ഹായ് ഓൾ. അങ്ങനെ ഇന്ത്യയിലും HMPV വൈറസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിവിധ പാർട്ടുകളിലായിട്ട് ബാംഗ്ലൂരിലും മറ്റും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ ഒരു ഭീതിയിലാണ്. COVID-19 വന്ന് 5 വർഷം പിന്നിടുമ്പോൾ അതിനുശേഷം വീണ്ടും അതുപോലൊരു ദുരന്തം നമ്മളെ പിന്തുടരുകയാണോ? ചൈനയിൽ നിന്ന് വിവിധ തരത്തിലുള്ള വീഡിയോസ് നമുക്ക് പുറത്തു വരുന്നുണ്ട്. ചില വ്ളോഗർമാർ ഇതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ഇങ്ങനെ ഒരു ഭീതി ഉളവാക്കുന്ന സാഹചര്യം ചൈനയിൽ ഇല്ല എന്ന് പറഞ്ഞ് ചില ഷോപ്പിംഗ് മാളുകളുടെ മറ്റും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു. മറുഭാഗത്ത് മറ്റു ചില വ്ളോഗർമാർ ഹോസ്പിറ്റലിലും മറ്റും ആളുകൾ തിരക്കിട്ട് മാസ്കുകൾ ഇട്ട് വളരെ അവശരായി കാണുന്ന രീതിയിലുള്ള വീഡിയോസും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ചൈനയിലല്ല നമ്മൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന നമുക്ക് ഇത് കാണുമ്പോൾ ഇതിലേതാണ് യാഥാർത്ഥ്യം? കോവിഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ പല ന്യൂസുകളിലും നമുക്ക് ഫേക്ക്നെസ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? നമ്മുടെ കുട്ടികൾക്കും ഇത് വരുമോ? വന്നു കഴിഞ്ഞാൽ മരണം സംഭവിക്കുമോ? ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങളും ക്വസ്റ്റ്യൻസും പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഒരുപാട് അവയർനെസ് നടന്നുകൊണ്ടിരിപ്പുണ്ട്. എങ്കിലും എൻ്റെ ഒരു പാട്ട് ഞാൻ പറയുകയാണ്. COVID-19 കഴിഞ്ഞു. COVID-19 കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടു, പല മരണങ്ങളും കാര്യങ്ങളും സംഭവിച്ചു. പക്ഷേ HMPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ള അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ചുറ്റുമുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ്. അവിടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു ഭീതി ഉളവാക്കുന്ന മാസ്ക് അങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചൈനയിലെ നോർത്തേൺ പ്രൊവിൻസ് ഏരിയകളിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് HMPV മാത്രമല്ല മറ്റു വൈറൽ ഇൻഫെക്ഷനുകൾ ഇതിനേക്കാളും സിവിയർ വേർഷൻ ആയിട്ട് വരുന്ന പല ഫ്ലൂവും അതുപോലെ കോവിഡിൻ്റെയും അങ്ങനെ പല ഇൻഫെക്ഷനുകൾ അവിടെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം അത് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ടാണ് ആളുകൾ ഇങ്ങനെ ഈ ഒരു തരത്തിൽ മാസ്ക് ഒക്കെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ പോസിറ്റീവായിട്ട് ബ്ലോഗിങ്ങുമായിട്ട് വരുന്ന ആളുകൾ ആ ഏരിയയിൽ താമസിക്കുന്നവരല്ല. ചൈന എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ബ്ലോഗിങ്ങുമായിട്ട് വരുന്നത്. ഇപ്പം നമ്മുടെ വിഷയം HMPVയെ പേടിക്കണോ വേണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫ്ലൂ ലൈക്ക് ഒരു അസുഖമാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് അത് വരുന്നത്. നമുക്ക് വേണ്ടത് പ്രിക്വേഷൻ മാത്രമാണ്. നമുക്കൊരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. തുടക്കഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മറ്റ് ഇൻഫെക്ഷനുകൾ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷനുകൾ വരും. അത് പൊതുവേ ഏതൊരു ജലദോഷവും ചുമയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയുള്ളൂ. അപ്പം ഇതിൽ കുട്ടികൾക്ക് വരുന്നു, മുതിർന്നവർക്ക് വരുന്നു എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്കായിരിക്കുമല്ലോ ഇത് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളും കുട്ടികളും കെയർ എടുക്കുക എന്ന് പറയുന്നത്. ഇതിനർത്ഥം ഇത് വന്നതിന് ശേഷം മരണപ്പെടും എന്നല്ല. മരണപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ HMPV ഇൻഫെക്ഷൻ കിട്ടുന്ന ഒരാൾ അയാൾ ഓൾറെഡി ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആണെന്ന് കരുതുക. അയാൾക്ക് HMPVയോടൊപ്പം തന്നെ മറ്റ് ഇൻഫെക്ഷനുകളും വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഒരുപക്ഷെ ഈ വൈറൽ ഇൻഫെക്ഷൻ കാരണമായിരിക്കില്ല, മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കും അയാൾ മരണപ്പെടുന്നത്. അപ്പോൾ അതിനർത്ഥം HMPV വന്നാൽ മരണപ്പെടും എന്നല്ല. അയാൾ മരണപ്പെട്ടതോ അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകൾക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് വ്ളോഗിങ്ങുമായിട്ടും അല്ലെങ്കിൽ വീഡിയോസുമായിട്ടും അവയർനെസ് നൽകാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെപ്പറ്റി ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളും അല്ലാതെയുള്ള വീഡിയോസുകളും ഒക്കെ ആയിട്ട് വോയിസ് ക്ലിപ്പുകളും ഒക്കെ ആയിട്ട് എല്ലായിടത്തും തന്നെ ഒരു ഭീതി ഉളവാക്കുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ പലരുടെയും കോൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന HMPV ബാംഗ്ലൂർ സ്ഥിരീകരിച്ചു, ഇനി ഇന്ത്യ മൊത്തമാകുമോ, ഇനി നമുക്ക് കോവിഡ് പോലെ ആകുമോ? അങ്ങനെ ഒന്നും സംഭവിക്കണമെന്നില്ല. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. COVID-19 വേറെയാണ്, HMPV വേറെയാണ്. അപ്പോൾ ഇതിനെ ആ ഒരു ആംഗിൾ നമ്മൾ കണ്ടാൽ മതി. ഭീതി അങ്ങനെ ഒരു ടെൻഷനിലോട്ട് നമ്മൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.